ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസിയല്ലെന്നും അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ വാദം കേൾക്കവെയാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തിയത്. അതിരപ്പിള്ളിയിൽ കാടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പിള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിനെയാണ് കാണാതായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത്. പോലീസ് നടപടിയിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് കുടുംബം. ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത്. നാടകീയമായ നീക്കങ്ങളിലൂടെയായിരുന്നു തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീട് പോലീസ് ഇടപെട്ട് ജപ്തി ചെയ്തത്. ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യാൻ എത്തിയാൽ കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിക്കും എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൃഹനാഥനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ 20ലധികം വരുന്ന പോലീസ് സംഘം വീട്ടിലെത്തി. ഭാര്യയും മക്കളും വാതിലടച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ വാതിൽ തകർത്ത് പോലീസ് അകത്തുകയറി. പിന്നാലെ വീടിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കി ജപ്തി നടപടി പൂർത്തിയാക്കുകയായിരുന്നു. ദേശസാൽകൃത ബാങ്കിൽ നിന്നും 1 കോടിയിലധികം രൂപയുടെ വായ്പയായിരുന്നു സുരേഷ് എടുത്തിരുന്നത്. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് സ്ഥലം ഒരു സുഹൃത്തിന് കൈമാറി. സുഹൃത്തും വായ്പ തിരിച്ചടവ് മുടക്കിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നത്. പോലീസ് നടപടിയിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് കുടുംബം. മീഡിയ ടൈം, തൃശൂർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസിയല്ലെന്നും അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ വാദം കേൾക്കവെയാണ് കോടതി പരാമർശങ്ങൾ നടത്തിയത്. മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി. കൊടകര കുഴൽപ്പണക്കേസിൽ ED അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി കാട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് VM ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി. പണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതായി ED കോടതിയെ അറിയിച്ചു. ഇതിൽ അന്വേഷണം നടന്നുവരികയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വേണ്ടി 3.5 കോടി രൂപ കർണാടകയിൽ നിന്ന് കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ 3 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. കുറ്റകരമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ് ED ചെയ്യുന്നതെന്ന് ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞു. ഫെമ നിയമപ്രകാരവും അന്വേഷണം നടത്തും. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ EDയുടെ അന്വേഷണം ഉണ്ടാവാറുള്ളതെന്നും കോടതി വ്യക്തമാക്കി. ഗൂഢലക്ഷ്യത്തോടെയാണ് ഹർജി നൽകിയിരിക്കുന്നതെന്ന് ED സമർപ്പിച്ച വിശദീകരണ പത്രികയിൽ പറയുന്നു. മീഡിയ ടൈം, കൊച്ചി. അതിരപ്പിള്ളിയിൽ കാടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പിള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിനെയാണ് കാണാതായത്. ഇതോടെ 70കാരിയായ അമ്മിണി എവിടെയെന്ന ചോദ്യം ദുരൂഹത സൃഷ്ടിക്കുകയാണ്. വനത്തിൽ മറന്നുവച്ച കോടാലിയെടുക്കാൻ പോയ ആദിവാസി വയോധികയെ ഇനിയും കണ്ടെത്താനായില്ല. പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിലെ അമ്മിണിപ്പാട്ടിക്ക് വേണ്ടി വനപാലകരും പോലീസും നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. ശാസ്ത്രീയമായ പരിശോധനകളിലും തെളിവൊന്നും ലഭിച്ചിട്ടില്ല. മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച 2 കടാവർ ഡോഗിന്റെ സഹായത്തോടെ വെള്ളിയാഴ്ച നടത്തിയ തെരച്ചിലും വിഫലമായി. വ്യാഴാഴ്ച പോലീസ് നായകളെ ഉപയോഗപ്പെടുത്തി വനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ആദിവാസികളുടെ സഹകരണത്തോടെ വനത്തിൽ 3 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വയോധികയെ സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചില്ല. ശനിയാഴ്ച ആദിവാസികളുടെ സഹകരണത്തോടെ വനപാലകരുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തും.
ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാച്ചുമരം കോളനിയിലെ അമ്മിണിയെ കാണാതായത്. വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വനത്തിൽ മറന്നുവെച്ച കോടാലി കണ്ടെത്താനായാണ് തിങ്കളാഴ്ച അമ്മിണി വനത്തിലേക്ക് പോയത്. വനപാലകർ നടത്തിയ അന്വേഷണത്തിൽ കോളനിയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ നിന്ന് കോടാലി കണ്ടെത്തിയിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളതിനാലും കാഴ്ചക്കുറവുള്ളതിനാലും വയോധിക വഴിതെറ്റി വനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട മേലടൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പരനാട്ടുകുന്ന് കമ്മാന്തര വീട്ടിൽ അസസ് ഖാനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഓട്ടോ യാത്രക്കാരായ 4 പേർക്കും പരിക്കേറ്റു. ഇന്നലെയായിരുന്നു അപകടം. ഓട്ടോ ഡ്രൈവർ പരനാട്ടുകുന്ന് കമ്മാന്തര വീട്ടിൽ അസസ് ഖാനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഓട്ടോ യാത്രക്കാരായ പത്തനംതിട്ട എടവനത്ത് മനോജ്, ഭാര്യ ബീന, മക്കളായ ഘനശ്യാം, വൈഷ്ണവി, വഴിയാത്രക്കാരൻ അപ്പു നായർ എന്നിവർ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 7:20-ന് അപകടമുണ്ടായത്. മാളയിൽ നിന്ന് അന്നമനടയിലേക്ക് വരുന്നതിനിടെ റോഡ് കുറുകെ കടന്ന വഴിയാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയും ചെയ്തു. അസസ് ഖാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് ഏകദേശം 1 മണിക്കൂറോളം അന്നമനട മാള റോഡിലെ ഗതാഗതം നിലച്ചു. മീഡിയ ടൈം, മാള. കാറിനുള്ളിൽ കുടുങ്ങിയ 2 വയസ്സുകാരന് രക്ഷകനായി ഫയർഫോഴ്സ്. കൊച്ചിയിലെ പാതാളം ജംഗ്ഷനടുത്ത് താമസിക്കുന്ന ഷാജുവിന്റെ മകൻ ഋദ്ദിക്കാണ് അബദ്ധവശാൽ കാറിൽ കുടുങ്ങിയത്. ബാക്ക് ഡോറിന്റെ ചെറിയ ചില്ലുപാളി ഉളക്കിമാറ്റി കൈയിട്ട് ഡോർ തുറന്നായിരുന്നു കുട്ടിയെ രക്ഷിച്ചത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. അബദ്ധവശാൽ കുഞ്ഞ് കാറിനകത്ത് പെട്ടുപോവുകയായിരുന്നു. എന്നാൽ താക്കോൽ കാറിനകത്തായത് കാർ തുറക്കുന്നതിന് വെല്ലുവിളിയായി. കാറിന് സ്പെയർ കീയും ഇല്ലായിരുന്നത് പ്രശ്നം ഗുരുതരമാക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് ഏലൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ കാറിന്റെ ഡോർ തുറന്ന് കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ബാക്ക് ഡോറിന്റെ ചെറിയ ചില്ലുപാളി ഇളക്കി മാറ്റി കൈയിട്ട് ഡോർ തുറന്നായിരുന്നു കുട്ടിയെ രക്ഷിച്ചത്. മീഡിയ ടൈം, കൊച്ചി. കുതിരാനിൽ വൻ ലഹരിമരുന്ന് വേട്ട. 42 ഗ്രാം തൂക്കം വരുന്ന MDMA-യും അതിമാരകമായ ബ്ലൂ എക്സ്റ്റസി പിൽസും ആയി പൂത്തോൾ സ്വദേശിയായ കുറ്റിച്ചിറ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും PC പോലീസും ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ ലഹരിമരുന്നുകൾ എത്തിച്ചിരുന്നത്. പൂത്തോൾ സ്വദേശിയായ കുറ്റിച്ചിറ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും PC പോലീസും ചേർന്ന് പിടികൂടിയത്. മണ്ണുത്തി PC ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളടക്കം വ്യാപകമായ രീതിയിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് PC പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ റെയ്ഡിലാണ് കുതിരാനിൽ നിന്ന് പിടികൂടിയത്. വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ മുൻപും പലതവണ ബാംഗ്ലൂരിൽ നിന്നും സമാന രീതിയിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ടുള്ളതായി സമ്മതിച്ചു. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടിയാണ് വളരെ അപൂർവമായി കാണപ്പെടുന്ന അതിമാരക രാസലഹരിയായ ബ്ലൂ എക്സ്റ്റസി പിൽസ് ബാംഗ്ലൂരിൽ നിന്നും MDMA-ക്കൊപ്പം എത്തിച്ചത് എന്നും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട്. പിടികൂടിയ സംഘത്തിൽ PC SI അമീർ അലി, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ SI സുവത്രകുമാർ NG, ASI TV ജീവൻ, CPO ലിഗേഷ് MS, വിപിൻ, PC സ്റ്റേഷനിലെ പോലീസുകാരായ പ്രിൻസൺ PF, CS മഹേഷ്, മനാസ്, OB സനൽ, ഹൈവേ പോലീസ് എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറാതെ മലയാളിയുടെ ശീലങ്ങളും. ഗുരുതര പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് പുഴയിലേക്ക്, അതൊഴുകിയെത്തുന്നതാകട്ടെ മറ്റു പറമ്പുകളിലേക്കും. അന്വേഷണ റിപ്പോർട്ട് കാണാം. മൈക്രോ പ്ലാസ്റ്റിക് വിപണിയിൽ നിർത്തലാക്കിയിട്ടും ഇന്നും പലയിടങ്ങളിലും അത് ഉപയോഗിക്കുന്നു എന്നതാണ് വസ്തുത. മാള അഷ്ടമിച്ചിറയിലെ ഇറിഗേഷൻ കനാലിൽ കൂടി ഒഴുകിയെത്തിയത് പ്രകൃതിക്ക് തന്നെ അത്യാപത്തായ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ്. വേനൽ ശക്തമായതോടെ തുമ്പൂർ മൊഴി വലതുകര കനാലിൽ വെള്ളം തുറന്നുവിട്ടതോടെ അമ്പഴക്കാട് അഷ്ടമിച്ചിറ കോട്ടവാതിൽ ഇറിഗേഷൻ കനാലിലൂടെ ഒഴുകിയെത്തിയത് വലിച്ചെറിഞ്ഞ അജൈവ മാലിന്യങ്ങൾ. മലയാളിയുടെ മാലിന്യ സംസ്കരണ രീതിയിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇത്. കനാലിലൂടെ എത്തുന്ന വെള്ളം ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പറമ്പുകളിലേക്കും പാടശേഖരങ്ങളിലേക്കും എത്തുന്നത് നാടിന് തന്നെ ഭീഷണിയാണ്. മാലിന്യ ശേഖരണത്തിനായുള്ള സർക്കാർ സംവിധാനങ്ങൾ പലതും പ്രവർത്തന സജ്ജമാണെങ്കിലും അതിനെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ്
മലയാളിയുടെ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പതിവ് കാഴ്ചയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇറിഗേഷൻ ജീവനക്കാർ കനാൽ വൃത്തിയാക്കിയെങ്കിലും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. മീഡിയ ടൈം, മാള. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് പൈപ്പിടുവാൻ കുഴിയെടുത്തപ്പോൾ പുരാതന ശിവലിംഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട് പടിഞ്ഞാറെ കപ്പേളയ്ക്ക് സമീപത്തായി JCB ഉപയോഗിച്ച് കാന താഴ്ത്തിയപ്പോഴാണ് ശിവലിംഗം കണ്ടെത്തിയത്. ജോലിക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും അതിലെ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ശിവലിംഗമാണെന്ന് മനസ്സിലായത്. ഏകദേശം 4 അടിയോളം വലിപ്പമുള്ളതാണ് ശിവലിംഗം. പുരാതന കാലത്ത് ആരാധിച്ചു പോന്ന ശിവലിംഗമാണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. ഇവിടെ നിന്ന് കുറച്ചു മാറി ഒരു പായലും ചണ്ടിയും നിറഞ്ഞൊരു കുളമുണ്ടെന്നും അത് ഏതോ അമ്പലത്തിൻ്റെ കുളമാണെന്നും പറയപ്പെടുന്നു. ശിവലിംഗം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആഞ്ജനേയ സേവാ സംഘം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചിറ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ശിവലിംഗം പരിശോധിക്കുകയും പരിശോധനാ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതടക്കമുള്ള മേൽ നടപടികൾ സ്വീകരിക്കേണ്ടത് തഹസിൽദാരാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. 2 ദിവസമായി ശിവലിംഗം വഴിയരികിൽ അനാഥമായി കിടക്കുകയാണ്. പുരാവസ്തു വകുപ്പ് അധികൃതർ അടക്കമുള്ളവർക്ക് ആഞ്ജനേയ സേവാ സംഘം പരാതികൾ നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അഴിക്കോട് ചാമക്കാല റോഡിലൂടെ പോകുകയായിരുന്ന കാർ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ആശുപത്രി കവാടത്തിൽ ചെന്നിടിക്കുകയായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുന്തറയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. ചാലക്കുടിയിൽ നേരിടുന്ന രൂക്ഷമായ ജലക്ഷാമവും കൃഷിനാശ ഭീഷണിയും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ചാലക്കുടിയിലെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1970 നിലവിൽ വന്ന PAP കരാറിലെ വ്യവസ്ഥകൾ തമിഴ്നാട് സർക്കാർ പാലിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. തമിഴ്നാട് സർക്കാരിനോട് ഇത് ചോദിച്ചു വാങ്ങുന്നതിൽ കേരള സർക്കാർ ആർജവം പാലിക്കുന്നില്ലെന്നും MLA കുറ്റപ്പെടുത്തി. ചൊവ്വാഴ്ച രാവിലെ 10 നടക്കുന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ എന്നിവരും സംബന്ധിച്ചു. ചാലക്കുടി KSRTC ഡിപ്പോയിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ഗാരേജ് ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ തുടങ്ങി മുഴുവൻ ജീവനക്കാർക്കുമായി കെയർ കേരള ഫൗണ്ടേഷൻ നടപ്പാക്കിയ നേത്രാരോഗ്യ പദ്ധതി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി മറ്റു ഡിപ്പോകളിലും സേവനം ലഭ്യമാക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ നിത പോൾ, KSRTC അഡീഷണൽ ഡിപ്പോ എഞ്ചിനീയർ VP റഷീദ്, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KS ഹരി, ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് NR സരിത, ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ എന്നിവർ പ്രസംഗിച്ചു. തെറ്റായ അലൈൻമെന്റ് മൂലം നഷ്ടപ്പെടുന്നത് ഭൂരിഭാഗവും പ്രവാസികളുടെ സ്വത്തുക്കളാണെന്ന് ഡോക്ടർ S അഹമ്മദ്. സർക്കാർ നിശ്ചയിച്ച പ്രകാരം തീരദേശത്തുകൂടി ഹൈവേ നിർമ്മാണം നടത്തിയാൽ ഈ വ്യാപാര വ്യവസായങ്ങൾ, കെട്ടിടങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയുന്നതാണ്. പ്രവാസികളുടെ വിവിധ സംരംഭങ്ങളും വിനോദസഞ്ചാര വ്യവസായത്തിന്റെ ഭാഗമായി ആരംഭിക്കാവുന്നതാണ്. ഇത് ചെയ്യാതെ ഈ 4.5 കിലോമീറ്ററിൽ മാത്രം തെറ്റായ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ
സമരപ്രക്ഷോഭത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രവാസികളും പങ്കുചേർന്ന് അതിശക്തമായി പ്രതിഷേധിക്കുമെന്ന് എറിയാട് പഞ്ചായത്തിന് മുൻപിൽ നടക്കുന്ന 25 ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NRI കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ ഡോക്ടർ എസ് അഹമ്മദ് പ്രഖ്യാപിച്ചു. AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിന് UGCയുടെ ഓട്ടോണമസ് പദവി ലഭിച്ചു. മികച്ച NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന കോളേജുകൾക്കാണ് ഓട്ടോണമസ് പദവി ലഭിക്കുന്നത്. വരുന്ന അധ്യയന വർഷം മുതൽ കോളേജിന് സ്വന്തമായി പ്രവേശനം നടത്തുവാനും വേഗത്തിൽ ക്ലാസുകൾ ആരംഭിക്കുവാനും സാധിക്കുന്നതോടൊപ്പം പരീക്ഷാ റിസൾട്ട് ഉടനടി പ്രസിദ്ധീകരിക്കാനും കഴിയും. 2018 വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ച വലിയ നാശനഷ്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കലാലയത്തോടൊപ്പം എന്നും കരുതലായി ചാലക്കുടിയിലെ സുമനസ്സുകൾ ഉണ്ടെന്നുള്ളത് അഭിമാനമാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ പ്രിൻസി ആൻഡോ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സന്തോഷ് പോൾ എന്നിവർ സംബന്ധിച്ചു. കോണത്തുകുന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മാടത്തിങ്കൽ മനോഹരൻ നൽകിയ ആംബുലൻസിന്റെ ഉദ്ഘാടനം നടന്നു. ഇരിഞ്ഞാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് P. ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. സാബു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KI നജാഹ്, യൂണിറ്റ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, മഹൽ ഖത്തീബ്, മുഹമ്മദ് ഫൈസി, ചെയർമാൻ പുളിക്കൻ കുഞ്ഞിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കക്കറ, അഷ്സാഖ്, ഷിഹാബ്, അരവിന്ദാക്ഷൻ, കാശി വിശ്വനാഥൻ, സുനിത ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കരാട്ടെ ടൂർണമെന്റ് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് മുഖ്യാതിഥിയായി. ജേക്കബ് ദേവകുമാർ, സൂസി സുനിൽ, ജോയ് മൂത്തോൻ, ഡിനോ ഡേവിസ്, ഐശ്വര്യ ഷാജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസിയല്ലെന്നും അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ വാദം കേൾക്കവെയാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തിയത്. അതിരപ്പിള്ളിയിൽ കാടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പിള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിനെയാണ് കാണാതായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.